ഹായ് ഓൾ AR പാഠശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കാണുക. നമ്മൾ സെക്കൻഡ് പാർട്ടാണ് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മെറ്റാബോളിസം, ഇന്റേണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഹോമിയോസ്റ്റാറ്റിസ്, പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ഈ 3 ടോപ്പിക്സാണ് നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ ഫോട്ടോസിന്തസിസ് ആൻഡ് ന്യൂട്രിയൻസ്, പ്ലാന്റ് സർവീസസ്, പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഇതൊക്കെയാണ് നോക്കുന്നത്. എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസിനകത്ത് നമ്മളൊരു ബോക്സ് പറയാനായിട്ട് വിട്ടായിരുന്നു. നമ്മൾ അത് നോക്കാം. ആദ്യത്തേത് ഫ്രം എ റീജിയൺ ഓഫ് ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ. ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസ് പോകുന്നത് ഏതെല്ലാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാം പ്രോസസ്സാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഈ 3 പ്രോസസ്സിലാണ് ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിന്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അടുത്തത് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ. ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിന്റെ ഫ്ലോ വരുന്നത് ഏതാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രമാണ് ഏത് ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് എന്ത് പോകുന്നത്? മോളിക്യൂൾസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നമ്മൾ ATP എനർജി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആപ്ലിക്കബിൾ ടു വാട്ടർ ഒള്ളി. വെള്ളത്തിൽ മാത്രം പറ്റുന്ന ഏതാണ്? ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഓസ്മോസിസ് ഈസ് ദ മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഇത് വാട്ടർ മോളിക്യൂൾസ് ആണ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. അടുത്തത് എനർജി റിക്വയർഡ്. എനർജി റിക്വയർഡ് നമ്മൾ പറഞ്ഞു ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. അതെന്താ? ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ അതിന് ATP അല്ലെങ്കിൽ എനർജി ആവശ്യമാണ്. എനർജി നോട്ട് റിക്വയർഡ് ഏതൊക്കെയാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇത് 3ലും എന്താണ്? എനർജിയുടെ ആവശ്യം അല്ലെങ്കിൽ ATPയുടെ ആവശ്യം ഇല്ല. അടുത്തത് കാരിയർ പ്രോട്ടീൻ നോട്ട് റിക്വയർഡ്. കാരിയർ പ്രോട്ടീൻ ആവശ്യമായിട്ടില്ലാത്തത് ഏതൊക്കെയാണ്? ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ 3 എണ്ണത്തിലാണ് കാരിയർ പ്രോട്ടീൻ്റെ ആവശ്യം ഇല്ലാത്തത്. കാരിയർ പ്രോട്ടീൻ റിക്വയർഡ് ഏതാണ്? എന്തിലാണ് ആവശ്യമായിട്ടുള്ളത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലാണ് ഇത് റിക്വയർഡ് ആയിട്ട് ഉള്ളത്. യു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദ റോൾ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ട്രാൻസ്പോർട്ടിംഗ് സബ്സ്റ്റൻസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്ലാസ്മ മെംബ്രെയിനിന് പുറത്തേക്കും അകത്തേക്കും സബ്സ്റ്റൻസുകളുടെ ട്രാൻസ്പോർട്ട് നടത്തുന്നതിൻ്റെ ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. അടുത്ത ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം. Nutrients are essential for metabolism. How do animals get them? What about plants? അപ്പോൾ പറയുകയാണ് ന്യൂട്രിയൻസ് ആർ എസെൻഷ്യൽ ഫോർ മെറ്റാബോളിസം. മെറ്റാബോളിസത്തിന് ന്യൂട്രിയൻസ് വളരെയധികം അത്യാവശ്യമാണ്. ഹൗ ഡു ആനിമൽസ് ഗെറ്റ് ദം? ആനിമൽസിന് ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? വാട്ട് എബൌട്ട് പ്ലാന്റ്സ്? പ്ലാന്റ്സിന് ഇത് എങ്ങനെയാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്? ആനിമൽസ് ഗെറ്റ് ദ ന്യൂട്രിയൻസ് ത്രൂ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ്. അപ്പം ആനിമൽസിൽ എങ്ങനെയാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്? അവ ഡൈജഷനിലൂടെയും ഫുഡിൻ്റെ അബ്സോർപ്ഷനിലൂടെയൊക്കെയാണ് ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഇനി പ്ലാന്റ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ പ്ലാന്റ്സ് ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ത്രൂ ഫോട്ടോസിന്തസിസ്. അവർ ഫോട്ടോസിന്തസിസ് വഴിയാണ് ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ന്യൂട്രിയൻസ് എങ്ങനെയാണ്? പ്ലാന്റ്സ് പ്രിപ്പയർ ന്യൂട്രിയൻസ് ബൈ ദംസെൽസ് ഫോർ മെറ്റാബോളിസം. പ്ലാന്റ്സ് അവയുടെ മെറ്റാബോളിസത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഫോട്ടോസിന്തസിസിൽ കൂടി അവർ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നു. പ്ലാന്റ്സ് പ്രൊവൈഡ് ദം ടു ആനിമൽസ്. ആനിമൽസിന്റെ കേസിൽ ഈ പ്ലാന്റ്സിൽ നിന്നും ഈ ന്യൂട്രിയൻസ് ആനിമൽസിലേക്ക് കിട്ടുന്നു. ദ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. സം ബാക്ടീരിയ, ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ ആൻഡ് പ്ലാന്റ്സ്. ഈ പറഞ്ഞതൊക്കെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. അടുത്ത ദി കമ്പോണൻസ് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന എന്തൊക്കെ ഘടകങ്ങളാണെന്നാണ് വേണ്ടത്? എന്തൊക്കെയാണ്? ആദ്യമായിട്ട് ക്ലോറോഫിൽ വേണം, സൺലൈറ്റ് വേണം, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, പിന്നെ വാട്ടർ വേണം. അപ്പം എന്തൊക്കെയാ? ക്ലോറോഫിൽ, സൺലൈറ്റ്, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാലോ? ഫോട്ടോസിന്തസിസ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പ്ലാന്റ്സ് മേക്ക് ഫുഡ്. പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ഹാസ് 2 മെംബ്രെയിൻസ്, ആൻഡ് ഔട്ടർ മെംബ്രെയിൻ ആൻഡ് ആൻ ഇന്നർ മെംബ്രെയിൻ. അപ്പം ക്ലോറോപ്ലാസ്റ്റിന് 2 മെംബ്രെയിൻ ഉണ്ട്, ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും. ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് നോൺ ആസ് സ്ട്രോമ. അപ്പം ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡ് പാർട്ടിനെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. There are membranous sacs,
സീൻ ഇൻസൈഡ് ദ ക്ലോറോപ്ലാസ്റ്റ്. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? ക്ലോറോപ്ലാസ്റ്റിനകത്ത് മെംബ്രേനിയസ് സാക്ക് അല്ലെങ്കിൽ സ്തരസഞ്ചികൾ കാണാനായിട്ട് സാധിക്കും. ദേ ആർ കോൾഡ് തൈലക്കോയിഡ്സ്. അതിനെയാണ് എന്ത് പറയുന്നത്? തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. തൈലക്കോയിഡ്സ് ആർ പ്ലേസ്ഡ് വൺ എബവ് ദ അതർ ഫോമിങ് ആസ് സ്റ്റാക്സ് കോൾഡ് ഗ്രാന. ഇപ്പം എന്തോ പറഞ്ഞേക്കുന്നത്? തൈലക്കോയിഡിൻ്റെ ആ ഒരു ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഈ അടുക്കിയിരിക്കുന്ന ആ ഒരു കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്? ഗ്രാന എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ക്ലോറോപ്ലാസ്റ്റിന് 2 മെംബ്രെയിൻസ് ഉണ്ട്. ഒരു ഔട്ടർ മെംബ്രെയിനും ഒരു ഇന്നർ മെംബ്രെയിനും. പിന്നെന്തുവാ? ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഈസ് നോൺ ആസ് സ്ട്രോമ. ഫ്ലൂയിഡ് പാർട്ട്, ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് പാർട്ടിനെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇതിൽ മെംബ്രേനിയസ് സാക്കുകളുണ്ട് ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത്. ഈ മെംബ്രേനിയസ് സാക്കുകളെയാണ് തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഈ തൈലക്കോയിഡ്സ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ഇനിയും പൊസിഷൻ ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഈ ഗ്രാനയിലാണ്. തൈലക്കോയിഡ്സ് അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഇതിനെയാണ് ഗ്രാന എന്ന് പറയുന്നത്. അതിലാണ് എന്ത് കാണപ്പെടുന്നത്? ക്ലോറോഫിൽ കാണപ്പെടുന്നത്. തൈലക്കോയിഡ്, ഗ്രാന, സ്ട്രോമ ഇതൊക്കെ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്? തൈലക്കോയിഡ്സ് ആർ ദ മെംബ്രെയിൻ സാക്സ് ദാറ്റ് ഇമ്മേഴ്സ്ഡ് ഇൻ സ്ട്രോമ. സ്ട്രോമയിൽ കാണപ്പെടുന്ന മെംബ്രേനിയസ് സാക്കുകളെയാണ് തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഗ്രാന ആർ ദ സ്റ്റാക്സ് ഓഫ് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡ്സിൻ്റെ ആ ഒരു കൂട്ടത്തെയാണ് ഗ്രാന എന്ന് പറയുന്നത്. ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അടുക്കിയാണ് കാണപ്പെടുന്നത്. സ്ട്രോമ ഈസ് ദ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് പാർട്ടിനെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിൻ്റെ ഫേസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫോട്ടോസിന്തസിസിൻ്റെ ടൈമിൽ ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പിന്നെന്താ ലൈറ്റ് എനർജി ഉപയോഗിച്ച് അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ആയിട്ടും ഓക്സിജൻ ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. ഫോട്ടോസിന്തസിസിന് പ്രധാനമായിട്ടും 2 ഫേസുകളാണുള്ളത്. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് ഫേസ് ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. ഇത് ഗ്രാനയിലാണ് നടക്കുന്നത്. ഗ്രാന എന്ന് പറഞ്ഞാൽ എന്താണ്? തൈലക്കോയിഡ്സിൻ്റെ ഒരു കൂട്ടമാണ് ഗ്രാന എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രാനയിലാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. ടേക്ക് പ്ലേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റിൻ്റെ സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ സൂര്യപ്രകാശമുള്ള ടൈമിലാണ് ഈ ഒരു ഫേസ് നടക്കുന്നത്. ഈ ഒരു ഫേസിലാണ് വാട്ടർ സ്പ്ലിറ്റ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ആകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജനെ എക്സ്പെൽ ചെയ്യുന്നു. ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു. ബാക്കി വരുന്ന ഹൈഡ്രജൻ എവിടേക്ക് പോകുന്നു? സ്ട്രോമയിലേക്ക് പോകുന്നു. സ്ട്രോമ എന്ന് പറഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റിനകത്തിലെ ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ടാണ്. അവിടേക്ക് ആര് പോകുന്നു? ഹൈഡ്രജൻ ചെല്ലുന്നു. ATP ദ എനർജി മോളിക്യൂൾ ഈസ് ഫോംഡ്. ATP അല്ലെങ്കിൽ എനർജി മോളിക്യൂള് ഫോം ചെയ്യുന്നു. ഇപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഒരു ഫേസ് ആയിട്ടുള്ള ലൈറ്റ് ഫേസ് അല്ലെങ്കിൽ പ്രകാശഘട്ടത്തിൻ്റെ ആ ഒരു പ്രോസസ്സ് പറയുവാണെങ്കിൽ ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന. ഇത് ഗ്രാനയിലാണ് നടക്കുന്നത്. പിന്നെന്താണ് ഇത് നടക്കുന്നത്? എന്താണ്? പ്രസൻസ് ഓഫ് ലൈറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇത് ലൈറ്റ് ഫേസ് നടക്കത്തുള്ളൂ. ഇതിൽ എന്ത് ചെയ്യുന്നു? വാട്ടർ സ്പ്ലിറ്റ് ഇൻറ്റു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടറിനെ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ആകുന്നു. എന്നിട്ട് ഈ ഓക്സിജനെ എന്ത് ചെയ്യുന്നു? എക്സ്പെൽ ചെയ്യുന്നു, പുറത്തേക്ക് വിടുന്നു. ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? സ്ട്രോമയിലേക്ക് എത്തുന്നു. ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ATP ദ എനർജി മോളിക്യൂൾസ് ഈ ഫോംഡ്. ATP അല്ലെങ്കിൽ എനർജി മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഇതാണ് ലൈറ്റ് ഫേസ്. ഫോട്ടോസിന്തസിസിന്റെ കാര്യം പറയുമ്പോൾ രണ്ടാമത്തെ ഫേസ് എന്തോ വരുന്നത്? ഡാർക്ക് ഫേസ് ആണ്, അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടം എന്ന് പറയാം. ഡാർക്ക് ഫേസ്. ഇതിലെ ആദ്യത്തെ കാര്യം എവിടെ വെച്ചാണ് നടക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ സ്ട്രോമ. ഇത് സ്ട്രോമയിലാണ് നടക്കുന്നത്. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. നമ്മൾ പേര് പറയുന്ന കൂട്ട് തന്നെ, ഡാർക്ക് ഫേസ് എന്ന പേര് പറയുന്ന കൂട്ട് തന്നെ ഇതിലെന്താണ്? ലൈറ്റ് ഉപയോഗിക്കുന്നില്ല. ലൈറ്റ് ഈസ് നോട്ട് യൂസ്ഡ്. ലൈറ്റ് ഉപയോഗിക്കുന്നില്ല. ഹൈഡ്രജൻ ആൻഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ATP റിക്വയർഡ് ഫോർ ദിസ് ഫേസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ലൈറ്റ് ഫേസ്. ലൈറ്റ് ഫേസിൽ നിന്നുമാണ് ഈ ഒരു ഡാർക്ക് ഫേസ് നടക്കാൻ ആവശ്യമായിട്ടുള്ള ഹൈഡ്രജനും അതുപോലെ തന്നെ ATP അല്ലെങ്കിൽ എനർജിയും കിട്ടുന്നത്. അപ്പം ഡാർക്ക് ഫേസിന് വേണ്ട ഹൈഡ്രജനും എനർജിയും കിട്ടുന്നത് എവിടെ നിന്നുമാണ്? ലൈറ്റ് ഫേസിൽ നിന്നും ആണ്. ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഗ്ലൂക്കോസ് ഏത് ഫേസിലാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഏത് ഫേസിലാണ്? ഡാർക്ക് ഫേസിലാണ്. ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും സംയോജിച്ചുകൊണ്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു.
അപ്പൊ ഡാർക്ക് ഫേസ് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് സ്ട്രോമയിൽ വെച്ചാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത്. സ്ട്രോമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റിനകത്തിലെ ഫ്ലൂയിഡ് ഫിൽഡ് പാർട്ടാണ് സ്ട്രോമ. ഈ സ്ട്രോമയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് ഫേസ് നടക്കുന്നത്. ഈ ഡാർക്ക് ഫേസിന് ലൈറ്റിന്റെ ആവശ്യം ഇല്ല. പിന്നെന്താണ്? ലൈറ്റ് ഫേസിൽ നിന്നും കിട്ടിയ ഹൈഡ്രജന്റെയും ATP അല്ലെങ്കിൽ എനർജിയുടെയും ഉപയോഗം കൊണ്ടാണ് ഈ ഡാർക്ക് ഫേസ് നടക്കുന്നത്. ഗ്ലൂക്കോസ് ഇസ് ഫോംഡ് ബൈ ദ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. സൈഡിലായിട്ട് മെൽവിൻ കാൽവിനെ പറ്റി പറയുന്നുണ്ട്. ഹി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഇൻ 1961 ഫോർ എക്സ്പ്ലൈനിങ് ദ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ്. അപ്പൊ എന്താണ്? മെൽവിൻ കാൽവിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് 1961. എന്തിനു വേണ്ടി? എക്സ്പ്ലൈനിങ് ദ റിയാക്ഷൻസ് ഇൻ ദ ഡാർക്ക് ഫേസ്. ഡാർക്ക് ഫേസിൽ നടക്കുന്ന റിയാക്ഷൻസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ഫലമായിട്ട് നൊബേൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭിച്ചു. ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും നമ്മൾ പഠിച്ചു. ഇനി ആ ഒരു ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യണം. ആദ്യത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത്? പ്ലേസ് വെയർ റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ആ ഒരു എവിടെയാണോ ഈ റിയാക്ഷനുകൾ നടക്കുന്നത് അതാണ് കൊടുത്തത്. പ്ലേസ് വെയർ റിയാക്ഷൻസ് ടേക്ക് പ്ലേസ്. ആദ്യത്തെ ലൈറ്റ് ഫേസിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അത് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ചാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. എവിടെ വെച്ചാണ്? ഗ്രാനയിൽ വെച്ചാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. ഇനി ഡാർക്ക് ഫേസിന്റെ കാര്യം പറയുവാണെങ്കിൽ അത് സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. എവിടെ വെച്ചാണ്? സ്ട്രോമയിൽ വെച്ച്. അപ്പം ലൈറ്റ് ഫേസ് നടക്കുന്നത് ഗ്രാനയിൽ വെച്ചും ഡാർക്ക് ഫേസ് നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചുമാണ്. ഇനി ലൈറ്റ് ഫേസിന്റെ റിയാക്ഷൻ ആണ് എഴുതണ്ടേ. എന്താണ് റിയാക്ഷൻ? വാട്ടർ സ്പ്ലിറ്റ്സ് ഇൻടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടർ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ആകുന്നു. എക്സ്പെൽസ് ഓക്സിജൻ, ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് കളയുന്നു. അത് മാത്രമല്ല ഹൈഡ്രജൻ എവിടെ ചെല്ലുന്നു? സ്ട്രോമയിലേക്ക് ചെല്ലുന്നു. ATP ദ എനർജി മോളിക്യൂൾസ് ഈസ് ഫോംഡ്. ATP അല്ലെങ്കിൽ എനർജി മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അപ്പൊ ലൈറ്റ് ഫേസിന്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. നടക്കുന്ന ആ ഒരു റിയാക്ഷൻ എന്താണ്? വാട്ടർ ഹൈഡ്രജൻ ആയിട്ടും ഓക്സിജൻ ആയിട്ടും സ്പ്ലിറ്റ് ആകുന്നു. ഇതിൽ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ആവശ്യമില്ല. ഓക്സിജൻ എക്സ്പെൽ ചെയ്യുന്നു. ഹൈഡ്രജൻ എവിടേക്ക് പോകുന്നു? സ്ട്രോമയിലേക്ക് പോകുന്നു. പിന്നെന്താ? ATP അല്ലെങ്കിൽ എനർജി മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ഇനി ഡാർക്ക് ഫേസിന്റെ റിയാക്ഷനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താ? ഡാർക്ക് ഫേസിലാണ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ഈസ് ഫോംഡ് ബൈ കമ്പൈനിങ് ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ലൈറ്റ് ഫേസിൽ നിന്നും വന്ന ഹൈഡ്രജനും പിന്നെന്താ കാർബൺ ഡൈ ഓക്സൈഡുകൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇനി ലൈറ്റ് ഫേസിന്റെയും ഡാർക്ക് ഫേസിന്റെയും പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? ലൈറ്റ് ഫേസിന് ഓക്സിജനും ATPയുമാണ് പ്രോഡക്ട്സ്. ഇനിയും ഡാർക്ക് ഫേസിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിലെന്താണ് പ്രോഡക്റ്റ്? ഗ്ലൂക്കോസ് ആണ്. ഇവിടെ റിയാക്ഷൻസിന്റെ വരുമ്പം ആദ്യം വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. എന്തിന്റെ ഇതിലൊക്കെയാണ് വരുന്നത്? സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിൽ വരുമ്പം എന്തൊക്കെയാണ് പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നത്? ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗീവ്സ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് വേരിയസ് ന്യൂട്രിയൻസ് ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിൽ നിന്നും വേരിയസ് പ്രോട്ടീനുകൾ. നമ്മൾ പറഞ്ഞു ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നു. ഇനി ഈ ഗ്ലൂക്കോസിന് എന്ത് സംഭവിക്കുന്നു? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നു? ഡിസോൾവ്സ് ക്വിക്ക്ലി ഇൻ വാട്ടർ സോ ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഇൻസോല്യൂബിൾ സ്റ്റാർച്ച്. അപ്പോൾ ഈ ഗ്ലൂക്കോസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇതെന്താ? വാട്ടറുമായിട്ട് പെട്ടെന്ന് തന്നെ ഡിസോൾവ് ചെയ്യുന്നതാണ് ഗ്ലൂക്കോസ്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ആസ് ഇൻസോല്യൂബിൾ സ്റ്റാർച്ച്. വാട്ടറുമായിട്ട് ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആയിട്ടാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഗ്ലൂക്കോസ് എന്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എനർജി റിക്വയർഡ് ഫോർ ദ ലൈഫ് പ്രോസസ്സസ് ഓഫ് പ്ലാന്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം സ്റ്റാർച്ച്. ഈ സ്റ്റാർച്ചിൽ നിന്നുമാണ് ജീവൽ പ്രവർത്തനങ്ങൾക്കുള്ള എനർജിയും മറ്റും പ്ലാന്റ്സിന് കിട്ടുന്നത്. മെനി സബ്സ്റ്റൻസസ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ സ്റ്റാർച്ച് അണ്ടർഗോസ് മെറ്റാബോളിസം. പിന്നീട് പല സബ്സ്റ്റൻസുകളും ഉണ്ടാകുന്നത് എന്തുവഴിയാണ്? ഈ സ്റ്റാർച്ച് മെറ്റാബോളിസത്തിന് വിധേയമായിട്ടാണ് പല സബ്സ്റ്റൻസുകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
അടുത്തത് ന്യൂട്രിയൻസിന്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോട്ടോസിന്തസിസ് നടത്തിയിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഗ്ലൂക്കോസ് പിന്നെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആയിട്ട് മാറുന്നു. പിന്നെ അത് സൂക്രോസ് ആയിട്ട് മാറുന്നു. താഴെ കൊടുത്തിരിക്കുന്നത് ഗ്ലൂക്കോസിൽ നിന്നുണ്ടാകുന്ന ന്യൂട്രിയൻസിന്റെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ഡൗട്ടായിട്ട് തോന്നും, പക്ഷെ അത് ഗ്ലൂക്കോസിൽ നിന്നും ഉണ്ടാകുന്ന ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ എന്താണ് ഉണ്ടാകുന്നത്? ഗ്ലൂക്കോസിൽ നിന്നും സ്റ്റാർച്ച്, പിന്നെ സൂക്രോസ്, ഫ്രക്ടോസ്, പ്രോട്ടീൻ, ഫാറ്റ് ആൻഡ് വിറ്റാമിൻ. ഇപ്പം എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സ്റ്റാർച്ച് ഉണ്ടാകുന്നു, സൂക്രോസ് ഉണ്ടാകുന്നു, ഫ്രക്ടോസ് ഉണ്ടാകുന്നു, പ്രോട്ടീൻ ഉണ്ടാകുന്നു, ഫാറ്റ് ഉണ്ടാകുന്നു, വിറ്റാമിൻസ് ഉണ്ടാകുന്നു. അടുത്ത ന്യൂട്രിയൻസിനെ ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഒരു ന്യൂട്രിയൻ്റ് ആണ്. പിന്നെ എന്താണ്? പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. അപ്പം എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ത്രൂ മെറ്റാബോളിസം റീച്ച് ഹെർബിവോറസ് ത്രൂ ഫുഡ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലാന്റ്സിൽ മെറ്റാബോളിസം വഴി പ്ലാന്റ്സിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ന്യൂട്രിയൻസ് ഹെർബിവോറസ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഈറ്റിംഗ് ആനിമൽസിൽ എങ്ങനെ ചെല്ലുന്നു? ഫുഡിൽ കൂടി ചെല്ലുന്നു. പിന്നീട് ഹെർബിവോറസ് ആർ ഈറ്റേൺ ബൈ കാർണിവോറസ് ഈ ഹെർബിവോറസിനെ കഴിക്കുന്നു. അങ്ങനെ കാർണിവോറസിലേക്കും ഈ ന്യൂട്രിയൻസ് എത്തുന്നു. പറയുവാണെങ്കിൽ എന്തുവാ? ഒരു പ്ലാന്റ് അതിനകത്ത് ന്യൂട്രിയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു മെറ്റാബോളിസം വഴി. ഈ പ്ലാന്റിനെ ആര് കഴിക്കുന്നു? ഒരു ഹെർബിവോറസ് കഴിക്കുന്നു. അത് വേണമെങ്കിൽ കൗവാവാം, ഗോട്ടാവാം, അങ്ങനെ ഒരു ഹെർബിവോറസ് കഴിക്കുന്നു. അപ്പോൾ ഈ ന്യൂട്രിയൻസ് എന്ത് ചെയ്യുന്നു? ഹെർബിവോറസിലേക്ക് ചെല്ലുന്നു. പിന്നീട് ഈ കൗ, ഗോട്ട് അങ്ങനെയുള്ള ആ ഒരു ഹെർബിവോറസിനെ കാർണിവോറസ് കഴിക്കുന്നു. ഇങ്ങനെയാണ് ന്യൂട്രിയൻസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്. അടുത്തത് വൈ ദ പ്ലാന്റ്സ് ആർ നോൺ ആസ് ഓട്ടോട്രോപ്സ് ആൻഡ് ദ ആനിമൽസ് ആർ ഹെട്രോട്രോപ്സ്. പ്ലാന്റ്സിനെ ഓട്ടോട്രോപ്സ് എന്നും ആനിമൽസിനെ ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കാൻ കാര്യം. അപ്പൊ പ്ലാന്റ്സിന്റെ കേസിൽ അവരെ ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? കാരണം അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് അവർ ഫോട്ടോസിന്തസിസ് വഴിയാണ് നിർമ്മിക്കുന്നത്. ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ പ്രിപ്പയർഡ് ബൈ പ്ലാന്റ് ത്രൂ ഫോട്ടോസിന്തസിസ് അണ്ടർഗോ സെവറൽ കെമിക്കൽ റിയാക്ഷൻസ് റീച്ച് ടു ദ ആനിമൽ ത്രൂ ഫുഡ്. അപ്പം പ്ലാന്റ്സ് ന്യൂട്രിയൻസ് ഫോട്ടോസിന്തസിസിൽ കൂടി നിർമ്മിക്കുന്നു. ഈ ന്യൂട്രിയൻസ് ആനിമൽസിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? എങ്ങനെയാണ്? ത്രൂ ഫുഡ്, അവരുടെ ഫുഡിൽ കൂടിയാണ് എത്തുന്നത്. ദി ആനിമൽസ് കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ബൈ ദംസെൽസ്. അവര് അവരുടെ ഫുഡ് സ്വയമേ ഉണ്ടാക്കുന്നില്ല. സോ ദേ ആർ നോൺ ആസ് ഹെട്രോട്രോപ്സ്. അതുകൊണ്ടാണ് അവരെ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പം ഓട്ടോട്രോപ്സ് എന്ന് പ്ലാന്റ്സിനെ പറയാൻ കാര്യം എന്താണ്? പ്ലാന്റ്സ് അതിന്റെ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഫോട്ടോസിന്തസിസ് വഴി സ്വയമേ ഉണ്ടാക്കുന്നു. ഹെട്രോട്രോപ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ആനിമൽസ് എന്താണ്? അവ പ്ലാന്റ്സിൽ നിന്നുമാണ് ന്യൂട്രിയൻസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അവയെ ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഹൂ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ ആൻഡ് അതർ വാട്ടർ ബോഡീസ്. നമുക്കറിയാം വാട്ടർ ബോഡീസിലും ഈ പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഈ ഓഷ്യനിലും വാട്ടർ ബോഡീസിലുമുള്ള പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? ഒന്ന് ഫൈറ്റോ പ്ലാങ്ക്ടൻസ്. പ്ലാങ്ക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഫ്രീലി ഫ്ലോട്ടിംഗ് ചെയ്ത് ആ ഒരു വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഓഷ്യനിലൊക്കെ ഫ്രീലി ഫ്ലോട്ടിംഗ് ചെയ്ത് കാണപ്പെടുന്നതാണ് പ്ലാങ്ക്ടൻസ് എന്ന് പറയുന്നത്. അപ്പം ഫൈറ്റോ പ്ലാങ്ക്ടൺ, ആൽഗെ, പിന്നെ ആരാണ്? വാട്ടർ പ്ലാന്റ്സ്. ഇവരാണ് ഓഷ്യൻസ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്. വാട്ട് ആർ ദ സ്റ്റെപ്സ് ടു ബി ടേക്കൺ ടു പ്രിവെന്റ് ഓഷ്യൻ പൊല്യൂഷൻ. അപ്പോൾ ഓഷ്യൻ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടേക്ക് മെഷർ ടു പ്രിവെന്റ് ദ പ്ലാസ്റ്റിക് വേസ്റ്റ് എൻറ്ററിങ് ഇൻ ടു ദ ഓഷ്യൻ. കടലിലേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എത്താതെ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക. പിന്നെന്താണ്? പ്രിവെന്റ് ദ കെമിക്കൽ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുക. ബീച്ച് ക്ലീനിങ് ഷുഡ് ബി മേക്ക് മോർ എഫക്റ്റീവ്. ബീച്ച് ക്ലീനിങ് നടത്തുക. പിന്നെന്താണ്? ഓഷ്യൻ മൈനിങ് ഷുഡ് ബി കൺട്രോള്. ഓഷ്യൻ മൈനിങ് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് മെഷേഴ്സ് എന്തിനു വേണ്ടിയുള്ളത്? ഓഷ്യൻ പൊല്യൂഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ. പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്ന എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്തൊക്കെയാണ്? കോഫി ഉണ്ട്, ടീ ഉണ്ട്, പെപ്പർ ഉണ്ട്, പിന്നെന്താ മെഡിസിൻസ് ഉണ്ട്, ലാറ്റക്സ് ഉണ്ട്. ഇപ്പം ടീ ഉണ്ട്, കോഫി ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്, ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, പിന്നെന്താണ് റബ്ബർ, ലാറ്റക്സ് ഉണ്ട്. ഇതൊക്കെയാണ് എക്കണോമിക്കലി ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സിൽ നിന്നും കിട്ടുന്നത്. മാൻഗ്രോവ്സ് ഗിഫ്റ്റ് ഓഫ് നേച്ചറിന്റെ ഗിഫ്റ്റ് ആണ് മാൻഗ്രോവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൽക്കാടുകൾ.
അപ്പം കണ്ടൽക്കാടുകൾ എവിടെയാണ്? ആ കടലും വേറെ വെള്ളവുമായിട്ട് ചേരുന്ന ആ ഒരു ചതുപ്പ് പ്രദേശമാണ് ഈ ഒരു കണ്ടൽക്കാട് വരുന്നത്. അപ്പം കണ്ടലിന്റെ മെയിനായിട്ട് പറയുവാണെങ്കിൽ കടലിനടുത്തുള്ള ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് പ്രദേശങ്ങളെയാണ് കണ്ടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പം എന്തുവാ? കടലിനടുത്തുള്ള ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്ന ചതുപ്പ് പ്രദേശങ്ങളെയാണ് കണ്ടൽ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ വളരുന്ന പ്രത്യേകതരം സസ്യങ്ങളെയാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത്? കണ്ടൽ കാടുകളിൽ അങ്ങനെ അറിയപ്പെടുന്നത്. അപ്പം 43 ഇനം കണ്ടൽ ചെടികൾ കേരളത്തിലുണ്ട്. പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് 1975 70,000 ഹെക്ടർ കണ്ടൽ കാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 1975 70,000 ഹെക്ടർ കണ്ടൽ കാടുകൾ എവിടെ ഉണ്ടായിരുന്നു? കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഇതിൽ 98% ഇന്ന് നശിച്ചിരിക്കുന്നു. അപ്പോൾ കണ്ടൽക്കാടിന്റെ ആ ഒരു പ്രാധാന്യമാണ് താഴെ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എ സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്, എ സ്റ്റോർ ഹൗസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, conservation of coastal soil, defense against global warming by absorbing 4 to 5 times more carbon dioxide compared to evergreen forest, prevention of tsunami. അപ്പം ആദ്യം തന്നെ പറയുന്നത് എന്താ? ഇതെന്ന് പറയുന്നത് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്. ഈ കണ്ടൽക്കാടിന്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്. പിന്നെന്താണ്? ജൈവ വൈവിധ്യത്തിന്റെ കലവറ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ളത് അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് ഈ കണ്ടൽക്കാടുകൾ. അടുത്തത് തീരദേശ മണ്ണിന്റെ സംരക്ഷണത്തിന് ഈ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. പിന്നെന്താ? നിത്യഹരിത വനങ്ങളെ അനുസരിച്ച് എന്താ 4 തൊട്ട് 5 മടങ്ങ് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? കണ്ടൽക്കാടുകൾക്ക് ഉണ്ട്. പിന്നെ സുനാമി തടയുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്നു.